ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ജയിലിൽ റഷ്യയുടെ ഡ്രോൺ ആക്രമണം സംഭവിച്ചു. ഇതിൽ ഒരുപാട് പേർ മരിച്ചതായി ഉക്രൈൻ ഒരു വിവരം പുറത്തുവിട്ടു. ഒറ്റ രാത്രിയിൽ വൈകുന്നേരം തുടങ്ങി രാത്രി 2 മണിവരെയും ഉക്രൈന്റെ 79-ലധികം മേഖലകളിൽ റഷ്യയുടെ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ 26 സിവിലിയൻസ് സാധാരണക്കാർ മരിച്ചുവെന്ന് സെലൻസ്കി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾക്ക് 12 ദിവസം മാത്രമേ സമയപരിധിയുള്ളൂ എന്ന് ഒരു സമയപരിധി വിധിച്ചു. മറുവശത്ത് നിങ്ങൾ എന്തിന് ഞങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കണം? ഞങ്ങളുടെ ആക്രമണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. എൻ്റെ ഈ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യുന്നതുവരെയും ഈ ഒരു ഡ്രോൺ അറ്റാക്കും മിസൈൽ അറ്റാക്കും ഉക്രൈനുള്ളിൽ ചെയ്യുന്നത് ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന രീതിയിലുള്ള ചില വാക്കുകളാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് പറയുന്നത്. ഇങ്ങനെ ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ പോലും ഒരു സംഘർഷാവസ്ഥ അങ്ങനെ നിലനിൽക്കുകയാണ്. അതേസമയം Su-57 വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു മിസൈൽ Su-35 അറ്റാച്ച് ചെയ്ത് റഷ്യ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈനെതിരെയുള്ള അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഈ 79 ഇടങ്ങളിൽ നടത്തിയ ഈ ഡ്രോൺ ആക്രമണം എന്നത് കൃത്യം ട്രംപിന്റെ ഈ ഒരു മുന്നറിയിപ്പിന് ശേഷമാണ് സംഭവിച്ചത്. 50 ദിവസത്തിൽ തുടങ്ങിയ ഈ സമയപരിധി പിന്നീട് 10 മുതൽ 12 ദിവസത്തിലേക്ക് ചുരുങ്ങി. ഇതിൽ എല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യം, റഷ്യ ഇതിനു ശേഷം വലിയൊരു അറ്റാക്ക് ഒന്നും ചെയ്യില്ല, തീർച്ചയായും ഉക്രൈനെതിരെയുള്ള അവരുടെ ഡ്രോൺ സ്ട്രൈക്കൊക്കെ പകുതിയാക്കി കുറയ്ക്കും എന്ന് പ്രതീക്ഷിച്ച ആ ഒരു സമയത്തായിരുന്നു കൃത്യം 104-ലധികം ഡ്രോണുകൾ 79-ലധികം സ്ഥലങ്ങളിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിൽ അത് ന്യൂട്രലൈസ് ചെയ്തു എന്ന് ഉക്രൈനും പറഞ്ഞു. ഇതിൽ സാബ്രോസീഷ്യയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജയിലിൽ 10-ലധികം ഡ്രോണുകൾ വീണ് അതിന്റെ ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ 16 പേരോളം മരിച്ചിട്ടുണ്ടാകാം. ആദ്യം 12 എന്നായിരുന്നു വാർത്തകൾ വന്നത്, എന്നാൽ പിന്നീട് അത് 14ആയി, അവസാനം 16-ൽ വന്ന് നിൽക്കുന്നു. 16 പേർ മരിച്ചു. അവിടെ ഉണ്ടായിരുന്ന തടവുകാരിൽ ചില സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നതായി പറയുന്നു. അതേസമയം മറ്റ് പ്രദേശങ്ങളിൽ നടന്ന അറ്റാക്കിൽ ഒരു ഹോസ്പിറ്റലിലും റഷ്യ ഒരു ഡ്രോൺ വന്ന് വീണു. ജെറേനിയൻ ഡ്രോൺ വന്ന് വീണ് പൊട്ടിത്തെറിച്ചു. ഇതിൽ ഒരു ഗർഭിണിയായ സ്ത്രീ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നു. ഇങ്ങനെ ആശുപത്രിയിലൊക്കെ ആക്രമണം നടത്തുന്നത് ഒരു വാർ ക്രൈം ലിസ്റ്റിൽ തന്നെയാകും വരിക. അതും ഈ പ്രിസണെ ആക്രമിക്കുന്നതും വാർ ക്രൈം ലിസ്റ്റിൽ വരികയുള്ളൂ. ഇതിനോട് റഷ്യ എങ്ങനെ പ്രതികരിച്ചു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ ജയിലിനെ മാത്രം ലക്ഷ്യം വച്ചല്ല ആക്രമിച്ചത്, റിക്രൂട്ട്മെന്റ് ഓഫീസേഴ്സ് ആ ജയിലിനുള്ളിൽ ഒരുപാട് വന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. സൈന്യത്തിൽ ആളുകളെ ചേർക്കാനായി ഉക്രൈൻ ഒരുപാട് തടവുകാരെ അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു. ഇതിന്റെ ഒരു ഇന്റൽ ഇൻപുട്ട് ഞങ്ങൾക്ക് ലഭിച്ചതിന് ശേഷമാണ് ആ ഒരു ജയിലിൽ ഞങ്ങൾ ആക്രമണം നടത്തിയത്. ഇതിൽ ഉക്രൈന്റെ ഓഫീസേഴ്സും മരിച്ചിട്ടുണ്ട്. ഇത് ഉക്രൈൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ യാതൊരു എവിഡൻസും നൽകേണ്ട ആവശ്യം ഇല്ല. ഉക്രൈൻ എന്താണോ ചെയ്തത് അത് അവർ തന്നെ പുറത്ത് എവിഡൻസോടുകൂടി പറഞ്ഞു എന്നും റഷ്യ പറഞ്ഞു. സത്യത്തിൽ ഇത് ഉക്രൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല. ഈ പ്രിസണേഴ്സിനെ ഇതിനകം റഷ്യയും യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ ഈ ശിക്ഷാ കാലാവധി പകുതിയായി കുറയ്ക്കുക, അല്ലെങ്കിൽ സൈന്യത്തിൽ നിങ്ങൾ 1-2 വർഷം ഇങ്ങനെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ശിക്ഷ പോലും ഇല്ലാതെ മോചിപ്പിക്കാം, ഇങ്ങനെയുള്ള പല വാഗ്ദാനങ്ങൾ നൽകി പല തടവുകാരെയും സൈന്യത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റഷ്യ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉക്രൈൻ അതേ കാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റഷ്യ ആ തടവുകാരെ റഷ്യ ഈ ജയിലിനെ ആക്രമിച്ചതും ആശുപത്രി ആക്രമിച്ചതും എല്ലാം വാർ ക്രൈം ലിസ്റ്റിൽ മാത്രമേ വരികയുള്ളൂ. ഇങ്ങനൊരു യുദ്ധ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ആക്രമിക്കാൻ പാടില്ല. അതിൽ ഈ 2 സ്ഥലങ്ങളുണ്ട്. അടുത്ത് നോക്കിയാൽ ഈ 12 ദിവസത്തെ ഈ ഒരു സമയപരിധി, ഇതിനവർ പറയുന്നത് റഷ്യക്ക് നേരെ ആരും ടൈം ലൈൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആധിപത്യം പല മേഖലകളിൽ പല രാജ്യങ്ങളിലുള്ളതായി അദ്ദേഹം തന്നെ ചിന്തിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ റഷ്യയെ ഒരിക്കലും കൺട്രോൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഉപേക്ഷിക്കുക. നിങ്ങൾ നൽകിയിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഞങ്ങൾക്ക് ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ESMO സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്നത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ ആരംഭിച്ചത് ആ ലക്ഷ്യം അവസാനിക്കുന്നത് വരെയും ഈ യുദ്ധം തുടരും. ഡീനാസിഫിക്കേഷൻ ചെയ്തതിനു ശേഷം ഉക്രൈനിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുന്നത് വരെയും ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്നും പറഞ്ഞു. ഈ വാർത്തകളെല്ലാം ഇതിനകം എവിടെയോ കേട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? അതെ, ചില ദിവസങ്ങൾക്ക് മുൻപാണ് ദിമിത്രി മെദ്വദേവ് ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയത്. സത്യത്തിൽ ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുടിന് ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണോ ഉള്ളത്, സമാനമായൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഉടനടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട വ്യക്തിയാണ് പുടിൻ. അതുപോലെ തന്നെയാണ് ഈ ദിമിത്രി മെദ്വദേവ്. അദ്ദേഹത്തെ അങ്ങനെ കുറച്ചു കാണാനൊന്നും സാധിക്കില്ല.
ഇപ്പോൾ ഈ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ചെയർപേഴ്സൺ ആയിട്ടുള്ള അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ വളരെ പവർഫുള്ളായ ഒന്നാണ്. എന്നാൽ ഇപ്പോൾ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാറി മാറി രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ പക്കൽ നിന്നും വരുന്നുണ്ട്. ഇത് ഈ വാർ ഓഫ് വേർഡ്സായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ. ഒരു വായ്പോര് രണ്ട് രാജ്യങ്ങൾക്കുള്ളിലും ആരംഭിച്ചതുപോലെയാണ്. ഇങ്ങനെ ഈ പ്രശ്നം ഒരു ഭാഗത്ത് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം R-77M എന്ന എയർ ടു എയർ മിസൈൽ റഷ്യ ഇപ്പോൾ Su-35 വെച്ച് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ മിസൈലോടുകൂടി വിമാനത്തെ സ്പോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസോ അല്ലെങ്കിൽ റഷ്യയുടെ ടെലഗ്രാം ചാനൽസോ ആരും ഇത് സംബന്ധിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സാധാരണ ജനങ്ങളാണ് ഈ വിമാനങ്ങൾ അതിന്റെ ബേസിൽ നിന്നും ടേക്ക് ഓഫ് ആകുമ്പോൾ അതിന്റെ ഇമേജസ് എടുത്ത് പുറത്തുവിടുക, ചില വിമാനങ്ങൾ ഈ ലോ ഫ്ലൈയിങ് ആൾട്ടിറ്റ്യൂഡിൽ വെച്ച് സ്പോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഇമേജസ് എല്ലാം പുറത്തു വന്നത്. സാധാരണ ജനങ്ങളിലൂടെയാണ് ഇമേജസ് എല്ലാം പുറത്തു വന്നത്. ഇത് വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് കാണിച്ചിരുന്നുണ്ട്. Su-57 വേണ്ടി നിർമ്മിച്ചതാണ് R-77M എന്ന വേരിയന്റ്. കാരണം അതിന്റെ സൈസ് വളരെ ചെറുതാണ്. നിങ്ങൾ സാധാരണ R-37 ഒക്കെ നോക്കിയാൽ എക്സ്റ്റേണൽ വെപ്പൺസ് ബേയിൽ ആഡ് ചെയ്യേണ്ട രീതിയിൽ വളരെ വലുതായി നിർമ്മിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതിന്റെ ഈ പകുതിയിലും ഒരല്പം കൂടുതൽ മാത്രമേ കാണുകയുള്ളൂ R-77M എന്ന വേരിയന്റ്. ഇത് Su-57ന്റെ ഇന്റേണൽ വെപ്പൺസ് ബേയിൽ ഫിറ്റ് ആകുന്നത് പോലെ നിർമ്മിച്ചതാണ്. ഇപ്പോൾ ആ ഒരു മിസൈലിനെ കൊണ്ടുവന്ന് Su-35 ഉപയോഗിക്കുന്നതിലൂടെ ഏതോ ഒരു സ്ട്രാറ്റജി റഷ്യ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സ്ട്രാറ്റജി അവിടെ അവർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഈ R-77M സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇത് കൂടുതലായി ഉപയോഗിച്ച വാർത്തകളൊന്നും ഇല്ല. എന്നാൽ ഒരുപക്ഷെ ഇത് ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ റഷ്യക്ക് ഇതൊരു വലിയ നേട്ടം തന്നെയായി മാറും. കാരണം R-77 എന്നത് ചൈനയുടെ PL-15, അമേരിക്കയുടെ AM-120, മീറ്റിയോർ മിസൈൽസ് ആ ഒരു കാറ്റഗറിക്ക് കീഴിൽ വരും. ഇതിന്റെ മാക്സിമം റേഞ്ച് നോക്കിയാൽ 180 മുതൽ 250 കിലോമീറ്റർ ആണ്. ചൈന ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണോ യൂസ് ചെയ്യുന്നത് അതേ സാങ്കേതിക വിദ്യയാണ് ഈ ഒരു മിസൈലിലും റഷ്യ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡുവൽ പൾസ് റോക്കറ്റ് മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോട്ടോഴ്സ് ചെയ്യുന്നത് സാധാരണ ഒരു മിസൈൽ ഇൻവേറ്റ് ആയാൽ അതിന്റെ പാതയ്ക്കനുസരിച്ചതുപോലെ ഫ്യൂൽ കൺസപ്ഷനും എക്സോസ്റ്റ് പവറും മാറ്റും. ഈ ഡുവൽ പൾസ് മോട്ടോഴ്സ് ചെയ്യുന്നത് അതിനാവശ്യമായ സമയത്ത് ഇത് വീണ്ടും എക്സ്റ്റേണൽ ഫോഴ്സ് നൽകും. ഇപ്പോൾ ഇതിന്റെ റേഞ്ച് 250 കിലോമീറ്റർ ആണ്. 150 അല്ലെങ്കിൽ 180 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് തന്നെ ഒരു വിമാനത്തെ കാണുകയാണെങ്കിൽ ഈ മിസൈലിനെ ടാർഗറ്റ് ലോക്ക് ചെയ്ത് അതിനെ നേരെ അയക്കും. അല്ലെങ്കിൽ ആ വിമാനം ഇവിടെയാണ് ഉള്ളത്, അത് ഈ പ്രദേശത്ത് നോക്കിയായിരിക്കും വരിക. ഇങ്ങനെ ചിന്തിച്ച് ആ ദിശയെ നോക്കി മിസൈൽ അയക്കുകയാണെങ്കിൽ ഫയർ ആൻഡ് ഫോർഗെറ്റ് കാറ്റഗറിക്ക് കീഴിലായിരിക്കും ഇത് വരിക. അതിനുശേഷം നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യണമെന്ന ആവശ്യമേ ഇല്ല. പ്രീ പ്ലാൻഡ് ട്രജക്ടറിയിൽ ആ ഒരു പ്രത്യേക പോയിന്റ് വരെയും അത് ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോയതിനു ശേഷം ആ വിമാനത്തിൽ നിന്നും ചില കിലോമീറ്റർ ദൂരം എത്തുമ്പോൾ, ഒരു 20-30 കിലോമീറ്റർ ദൂരം എത്തുമ്പോൾ അതിന്റെ ഓൺ ബോർഡിലുള്ള ഈ അഡ്വാൻസ്ഡ് സെൻസേഴ്സ് വർക്കാകും. ഇപ്പോൾ പാട്രിയോട്ട് ഇന്റർസെപ്റ്ററിൽ ഏത് സെൻസേഴ്സ് ആണ് ഏത് റഡാർ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, കൃത്യം അതേ സെറ്റ് ഓഫ് റഡാർസ് ആണ് ഇവിടെ ഈ ഒരു മിസൈലിന് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കുറഞ്ഞ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ തന്നെ ഇതിന്റെ ഓൺ ബോർഡ് റഡാർ ആക്ടിവേറ്റ് ആകും. 30 കിലോമീറ്റർ എന്നത് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. എന്നാൽ അതിന് മുൻപ് തന്നെ ആ ഒരു മിസൈലിന്റെ റഡാർ സീക്കർ ഓൺ ആകും. ഇങ്ങനെ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ വെച്ച് തന്നെ ഈ മിസൈൽ അതിന്റെ ട്രാക്കിംഗ് ആരംഭിക്കുന്നത് കൊണ്ട് ആ വിമാനത്തിന് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനേ സാധിക്കില്ല. എസ്കേപ്പ് സോൺ എന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ, ആ എസ്കേപ്പ് സോണിൽ പോലും രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. PL-15 എത്രത്തോളം പവർഫുൾ എന്നാണോ പറയുന്നത്, അമേരിക്കയുടെ AM സീരീസിലുള്ള മിസൈൽസ് എത്രത്തോളം പവർഫുൾ എന്നൊക്കെയാണോ പറയുന്നത്, അത്രത്തോളം ക്യാപ്പബിളായ ഒരു മിസൈലാണ്. അതും ഡുവൽ പൾസ് മോട്ടോഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ വേഗത എന്നത് ഈ ഹൈപ്പർസോണിക് സ്പീഡ് എന്നത് കുറഞ്ഞ സമയത്തിൽ തന്നെ റീച്ച് ആകും. അപ്പോൾ ആ വിമാനം വിചാരിച്ചാൽ പോലും, അകത്തേക്ക് വരുന്ന മിസൈലിനെ വിമാനം നേരത്തെ കണ്ടുപിടിച്ചാൽ പോലും അതിൽ നിന്നും രക്ഷപ്പെടാൻ ആ വിമാനത്തിന് സാധിക്കില്ല. കാരണം ഇങ്ങനെയുള്ള മിസൈൽസ് ഒക്കെ കൂടുതലായും ഈ വിമാനത്തിന്റെ മുൻഭാഗത്ത് ചെന്ന് അല്ല ഇടിക്കുന്നത്, നേരിട്ട് അതിന്റെ ഫ്യൂസലേജിൽ ആക്രമിക്കുക, അതിന്റെ പിന്നിൽ ചെന്ന് ആക്രമിക്കുക. ഇങ്ങനെ പിന്നിലൂടെ വരുന്ന മിസൈൽസിനെ കണ്ടെത്തുക എന്നുള്ളത് സാധാരണ കാര്യം അല്ല. അപ്പോൾ ഇവിടെ നടന്ന ഈ ഒരു അറ്റാക്കിൽ കൂടുതലായും ഇങ്ങനെ ഒരു മിസൈൽസിനാണ് ഫയർ ചെയ്തത്. ഒരു എയർ ടു എയർ കോമ്പാക്റ്റിൽ ഒരു വിമാനത്തെ നിങ്ങൾ കണ്ടെത്തി ഈ ഒരു മിസൈൽ നിങ്ങൾ ഫയർ ചെയ്താൽ ശത്രുക്കളുടെ വിമാനം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ Su-57 പകരം ഈ Su-35ന്റെ വെപ്പൺസ് ബേയിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ Su-35 എത്രയും പെട്ടെന്ന് ഉക്രൈൻ വിമാനങ്ങൾക്കെതിരെയുള്ള ആക്ഷൻസിൽ റഷ്യ ഉപയോഗിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ R-77 റഷ്യയുടെ ആർസണൽ വന്നത് തന്നെ ഒരു വലിയ ചരിത്രമാണ്. കാരണം അമേരിക്കയുടെ AM സീരീസിലുള്ള പ്രീവിയസ് ജനറേഷൻ ആ ഒരു മിസൈലുകൾക്കെതിരെയാണ് സോവിയറ്റ് യൂണിയൻ ഇത് നിർമ്മിച്ചത്. എന്നാൽ 80കൾക്ക് ശേഷം ഇതിന് പ്രോപ്പറായ ഒരു ഫണ്ടിങ് ഇല്ലായിരുന്നു. 90കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു. എന്നാൽ 95ൽ
ഈ ഒരു സീരീസിൽ അമേരിക്കയുടെ കൗണ്ടർ പാർട്ട് ലോഞ്ച് ചെയ്തു. ചൈന 2005 തന്നെ ലോഞ്ച് ചെയ്തു. റഷ്യ 2015 ലോഞ്ച് ചെയ്തത്. സിറിയ യുദ്ധത്തിലാണ് ഇതിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ടെക്നോളജിക്കൽ ഗ്യാപ്പ് അവിടെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്ഗ്രേഡഡ് വേരിയന്റ് നിർമ്മിച്ചു. R77 നിന്നും അപ്ഗ്രേഡ് ചെയ്ത് ഒരു 40-50 കിലോമീറ്റർ ഡിസ്റ്റൻസും വർദ്ധിപ്പിച്ചിട്ട് R77M എന്ന കാറ്റഗറിക്ക് കീഴിൽ ഈ ഒരു എയർ-ടു-എയർ മിസൈലിനെ റഷ്യ ലോഞ്ച് ചെയ്തു. ഒരു പക്ഷേ അടുത്ത ചില ദിവസത്തിൽ Su-35 ഉക്രൈന്റെ ഏതെങ്കിലും ഒരു വിമാനത്തെ ഡൗൺ ചെയ്യാൻ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാലും ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ റഷ്യ വീണ്ടും അവിടെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. റഷ്യയ്ക്കുള്ള പ്രശ്നങ്ങൾ പുറത്തുനിന്നൊന്നുമല്ല വരുന്നത്. അവരുടെ മുഴുവൻ വിമാനങ്ങളുടെ പ്രവർത്തനവും ആ ബേസിന് തൊട്ടടുത്തുള്ള ജനങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് റഷ്യയ്ക്ക് ഒരു നല്ല കാര്യമേ അല്ല. അപ്പോൾ റഷ്യ ഉക്രൈനെ വീണ്ടും അവിടെ ഏരിയൽ ബാറ്റിലൂടെ ആക്രമിച്ചിട്ടുണ്ട്. റസ്റ്റോണ്ടൻ പ്രദേശത്ത് വീണ്ടും ഡ്രോൺ വെച്ച് ഉക്രൈൻ ആക്രമിച്ചതിൽ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ 2 രാജ്യങ്ങൾ മാറി മാറി ഡ്രോൺ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഈ ട്രംപിന്റെ 12 ദിവസം അവസാനിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ ഒരു സമാധാനം വരുമോ, അല്ലെങ്കിൽ ഈ എരിയുന്ന തീയിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.